ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ നമ്മൾ ഇന്നലെ നിഫ്റ്റി അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ആ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി ചാർട്ടിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിഫ്റ്റിയുടെ 3 ഏപ്രിൽ, അതായത് ഇന്നത്തെ ഓപ്ഷൻ ചാർട്ട് എന്ന് പറയുന്നത് 23,200 ഓപ്ഷൻ ചാർട്ട് അല്ലെങ്കിൽ സ്ട്രൈക്കിൻ്റെ ചാർട്ട്. അതിൽ ആരാണോ വിൻ ചെയ്യുന്നത് അങ്ങോട്ടേക്കായിരിക്കും മാർക്കറ്റ് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ രണ്ട് ലിക്വിഡിറ്റി ഏരിയയിലുള്ളൊരു ഫൈറ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടായിരുന്നു. ഒന്ന് ബിയർ ആൻഡ് ബുൾ ഫൈറ്റ് ഇവിടെ ഈ ഒരു സോണിൽ നടക്കുന്നുണ്ട്. സോ ഈ ഒരു ബോക്സ് ആരാണ് ബ്രേക്ക് ചെയ്യുന്നത് അങ്ങോട്ടേക്കായിരിക്കും മാർക്കറ്റ് ഇന്ന് മൂവ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ ബോക്സ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നേരെ അത് റീടെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ഒരു സെൽ ഓഫ് ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സോ ഇന്നൊരു എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോളിൽ നമുക്ക് ഇന്നത്തെ സ്ട്രൈക്കിലുള്ള ഒരു തരത്തിലുള്ള കോൾ ഓപ്ഷനും എടുക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ എടുത്താൽ തന്നെ ടൈം ഡീക്കേ കാരണം ആ ഒരു കോൾ ഓപ്ഷൻ്റെ വാല്യൂ വളരെയധികം കുറഞ്ഞു പോവുകയാണ് ചെയ്യുക, ലോസിലേക്കാണ് പോകാനുള്ള സാധ്യത ഉണ്ടാവുക. അപ്പോൾ അടുത്ത എക്സ്പയറിയിലേക്കുള്ളൊരു കോൾ ഓപ്ഷൻ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 23,200 അടുത്ത എക്സ്പയറി 9th ഏപ്രിലിൻ്റെ എക്സ്പയറിയിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു 32% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അനാലിസിസിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത്. സോ നിഫ്റ്റി ചാർട്ടിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയിരുന്നത് 23,200 ചാർട്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ്, ബിഗ് പ്ലെയേഴ്സ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രൈക്ക് കൂടി അതായിരുന്നു എന്നുള്ളതാണ്. സോ അതായിരുന്നു അതിൻ്റെ മീൻസ് ആ ഒരു ചോയ്സിൻ്റെ പിന്നിലുള്ള ഒരു ഇത് എന്ന് പറയുന്നത്, ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ വീണ്ടും നിഫ്റ്റിയുടെ ചാർട്ടിലേക്കാണ് പോകുന്നത്. എന്താണ് നിഫ്റ്റിയിൽ സംഭവിക്കുന്നത് നോക്കാം. നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇന്ന് നല്ല രീതിയിലൊരു ചെറിയൊരു കൺസോൾട്ടേഷൻ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഒരു ഏകദേശം 11 മണിക്ക് ശേഷം ചെറുതായിട്ടൊന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി വന്നിട്ടുള്ളൊരു ഭീമമായിട്ടുള്ളൊരു ഫോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയയിൽ നിന്ന് എപ്പോഴാണോ ഡിമാൻഡ് സോൺ കട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സമയത്ത് നിന്ന് നമുക്ക് ഡിമാൻഡ് സോണിൽ നിന്ന് ഒരു സെല്ലേഴ്സ് പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു. ആ സെല്ലേഴ്സ് പ്രഷറിന് ശേഷം വീണ്ടും ലിക്വിഡിറ്റിയിലേക്ക് പോയിട്ടാണ് നമുക്ക് ഇത്രയും ഭീമമായിട്ടുള്ളൊരു ഫോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ അതുപോലത്തെ ഒരു ഫോർമേഷനാണ് ഇപ്പോൾ വീണ്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു അപ്പോൾ അതിനുവേണ്ടി ഞാൻ മാർക്ക് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ടൂളാണ്. സോ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു വാല്യൂ ഏരിയയിൽ നിന്ന് ചെറുതായിട്ടൊരു ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി ഒരു സെല്ലിംഗ് പ്രഷർ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് താഴേക്ക് ഏകദേശം 22,850 എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലേക്ക് നിഫ്റ്റി വീണ്ടും ഒരു ക്രാഷ് ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ടെന്നുള്ളതാണ്. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ടു ഗെറ്റ് ആൻ ടു ഗെറ്റ് എ സെല്ലിംഗ് പ്രഷർ ഇൻഡിക്കേഷൻ ഇൻ അവർ BSP സ്ട്രാറ്റജി. ഓക്കെ. സോ ഇവിടെ ഓൾറെഡി ഒരു സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു ബൈയിങ് പ്രഷർ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മേലേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് നമുക്ക് ഒരു ബിയറിഷ് വ്യൂ ആയതുകൊണ്ട് ഇത് താഴേക്ക് നാളെ അല്ലെങ്കിൽ നാളെ തന്നെ വരാനുള്ളൊരു സാധ്യത വളരെയധികം കാണുന്നുണ്ട്. കാരണം ഓൾറെഡി ഇവിടെ ഈ ഒരു ഡിമാൻഡ് സോൺ 41 മില്യൺ ലിക്വിഡിറ്റി കാണുന്ന ഡിമാൻഡ് സോൺ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു റീസൺ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നിഫ്റ്റിയുടെ 21,000 ഓപ്ഷൻ ചാർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. 21,000 അല്ല, 23,100 പുട്ട് ഓപ്ഷൻ ചാർട്ട് അടുത്ത എക്സ്പയറിയിലേക്കുള്ള. സോ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൈൻഡിങ് ഉണ്ട്. സോ അതെന്താണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. 23,100 പുട്ട് ഓപ്ഷൻ ചാർട്ട് നോക്കുന്ന സമയത്ത് യു ക്യാൻ സി ദർ ഈസ് എ ബൈയിങ് ഇൻഡിക്കേഷൻ ആൻഡ് ഓൾസോ 1 മില്യൺ സെല്ലേഴ്സിനെ. പുട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മാർക്കറ്റ് ബുള്ളിഷ് ആകും എന്ന് വിചാരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓപ്ഷൻ സെല്ലേഴ്സാണ്. അപ്പോൾ അവരുടെ വ്യൂ എന്ന് പറയുന്നത് റോങ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ മാർക്കറ്റ് ബുള്ളിഷ് ആവും എന്ന് വിചാരിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓപ്ഷൻ സെല്ലേഴ്സ്, അതായത് പുട്ട് ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഒരു ഷോർട്ട് കവറിങ് റാലിയാണ് നമുക്കിനി കാണാൻ വേണ്ടി പറ്റുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഫോള് നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയിട്ട് കാണാൻ വേണ്ടി നല്ല സാധ്യതയുണ്ടെന്നുള്ളതാണ്. സോ അതിലേക്ക് കുറച്ചുകൂടി ആക്കം കൂട്ടുന്ന മറ്റൊരു ഫൈൻഡിങ് ആണ് നമ്മൾ SPXൻ്റെ കേസിൽ ഇപ്പോൾ കാണുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ S&Pൻ്റെ ഒരു ഇൻഡെക്സ് നോക്കുമ്പോൾ അമേരിക്കൻ ഇൻഡെക്സ് കിടക്കുന്നത് 3.5% ഒരൊറ്റ ദിവസം കൊണ്ട് ഫോൾ ആയിട്ടുള്ളതാണ്.
ഇത് വളരെയധികം ഭീഷണി നിഫ്റ്റിയിലേക്കും കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ട്രംപിൻ്റെ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു മാർക്കറ്റ് റിയാക്ഷനാണ്. അത് S&Pയിൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വിക്സിൽ, അതായത് ഗ്ലോബൽ വിക്സ് നോക്കുകയാണെങ്കിൽ തന്നെ 5.35 പോയിന്റാണ് കൂടിയിട്ടുള്ളത്. അതായത് 24% വൊളാറ്റിലിറ്റി ഇൻഡെക്സിൽ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. ടെസ്ല വീണിട്ടുള്ളത് 4% ആണ്. നെറ്റ്ഫ്ലിക്സ് കുറച്ചൊക്കെ ഒന്ന് പവർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. US ഓയിൽ വീണിട്ടുണ്ട്, സിൽവർ വീണിട്ടുണ്ട്, ഗോൾഡും ചെറുതായിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ USD JPY, അതേപോലെ തന്നെ GBP JPY ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഡോളർ ഫോളോ ചെയ്യുന്നുണ്ട്, USD CAD ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലഡ് ബാത്തിനുള്ള സാധ്യത ഗ്ലോബൽ ഇക്കണോമിയിൽ നടക്കുന്നുണ്ട്. സോ അതന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ നാളെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഓൾറെഡി ഗ്യാപ് ഡൗൺ ആയിട്ടായിരിക്കും ഓപ്പൺ ആവുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നാളത്തെ ഒരു ഇത് നോക്കിയിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള 23,100 എന്ന് പറഞ്ഞിട്ടുള്ള പുട്ട് ഓപ്ഷൻ ചാർട്ടിൽ വരുന്ന ഇൻഡിക്കേഷൻ നോക്കിയിട്ട് പുട്ട് ഓപ്ഷൻസ് വളരെ കെയർഫുൾ ആയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ വിക്സ് കൂടുന്നതുകൊണ്ട് ചിലപ്പം വേണമെങ്കിൽ ഒരു റിട്ടേണിൽ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ടാവും. സോ നല്ല വിക്സ് കൂടി ഇന്ത്യ വിക്സ് കൂടി നോക്കിയിട്ട് വേണം അത്തരത്തിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ നിഫ്റ്റിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോള് നമുക്കൊരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 23,000 അല്ലെങ്കിൽ 23,850 എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിലാണ്. അപ്പോൾ ഫിബൊനാച്ചിയുടെ എക്സ്റ്റൻഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൾ കംപ്ലീറ്റ് ആവാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് ഈ ഒരു എന്താ പറയുക മീൻസ് SPXൻ്റെയും മറ്റു ഗ്ലോബൽ ക്യൂസിലും വന്നിട്ടുള്ള ഈ ഒരു കറക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത്. സോ അത് അങ്ങനെ വിചാരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് നമ്മൾ കൊറിലേഷൻ വെച്ചിട്ടാണ് നോക്കുന്നത്. നമുക്കറിയാം കൊറിലേഷൻ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ്. അപ്പം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ് നൈസ് ട്രേഡ് കോറിലേഷൻ ടൂൾ. അപ്പോൾ അതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിഫ്റ്റി ഇൻഡെക്സും SPXും തമ്മിലുള്ള കൊറിലേഷൻ നോക്കുകയാണ്. അപ്പോൾ SPX വീഴുകയാണെങ്കിൽ നിഫ്റ്റി എത്രത്തോളം വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആ ഒരു കൊറിലേഷൻ്റെ സ്കോറിലൂടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഇത് രണ്ടും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു കൊറിലേഷൻ നോക്കുന്ന സമയത്ത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് 2 ഇൻഡെക്സുകൾ തമ്മിലുള്ള കൊറിലേഷനാണ് നോക്കിയിട്ടുള്ളത്. ഒന്ന് SPXും നിഫ്റ്റിയും. അപ്പോൾ നിഫ്റ്റിയുടെ കേസിലും SPXിൻ്റെ കേസിലുള്ള കൊറിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സ്ട്രോങ് കൊറിലേഷനാണ് കാണിക്കുന്നത്. അതായത് 0.68, അതായത് 68% പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 207 പോയിന്റ് SPXിൽ വീണിട്ടുണ്ടെങ്കിൽ ആ 207ൻ്റെ 68%ഓളം വീഴ്ച ഇന്ത്യൻ മാർക്കറ്റിലും സാധ്യമാകുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ 3.6% ഡൗൺ SPXിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 68% ഏകദേശം ഒരു 2.5 സംതിങ് വരും. അത്രയും പെർസെൻറ്റേജ് നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ ഇന്ത്യൻ മാർക്കറ്റിലും നമുക്ക് റിഫ്ലക്റ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കോറിലേഷൻ ടൂൾ വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യുന്നത്. സോ അത്തരത്തിലൊരു പോസിബിലിറ്റി ഉണ്ട്. അത്രയും ഫോൾ വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ്റെ ഈ ഒരു ലെവലിലേക്കൊക്കെ ഉള്ള ഒരു 23,000 ടച്ച് ചെയ്യാനുള്ള ഒരു ഫോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഗ്ലോബൽ ക്യൂസ് ആർ വെരി ബാഡ് അറ്റ് ദിസ് സ്റ്റേറ്റ്. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. സോ ബാക്കി അനാലിസിസ് നമ്മൾ നാളെ ചെയ്യുന്നതാണ്. So thank you. Keep supporting by way of sharing and subscribing the channel. Please press the like button and comment your opinion.